മലപ്പുറം കാളികാവ് അടക്കാക്കുണ്ടിൽ കടുവയുടെ ആക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളി കൊല്ലപ്പെട്ടു. കല്ലാമൂല സ്വദേശി ഗഫൂറാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടു. CV അനുമോദ് വിവരങ്ങളുമായി ചേരുകയാണ്. അനുമോദ്, വളരെ ദാരുണമായ ഒരു സംഭവമാണ്, വിശദാംശങ്ങൾ. ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടായത്. നേരത്തെ തന്നെ കരുവാരുകുണ്ട് കേരള എസ്റ്റേറ്റ് മേഖലയിൽ കടുവയുടെ സാന്നിധ്യം കണ്ടിരുന്നു. ആ കടുവയുടെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. തുടർന്ന് കടുവയെ ഈ മേഖലയിൽ നിന്ന് പിടികൂടണമെന്ന ആവശ്യവുമായിട്ട് നാട്ടുകാർ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോൾ ഒട്ടും കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും കടുവയുടെ സാന്നിധ്യമോ പുലിയുടെ സാന്നിധ്യമോ ഇവിടെ ഉണ്ടായിരുന്നില്ല. ആ സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ രാവിലെ അടക്കാക്കുണ്ട് മേഖലയിൽ ടാപ്പിങ്ങിന് പോയ തൊഴിലാളിയെ കടുവ ആക്രമിച്ച് കൊന്നിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് സംഭവം. ഇദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നവർ കടുവ ഇയാളെ പിടികൂടുന്നത് കണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഗഫൂർ എന്നാണ് മരിച്ച തൊഴിലാളിയുടെ പേര്. ഇത് നിലമ്പൂർ വനമേഖലയിലാണ് ഈ ഒരു പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. സൈലന്റ് വാലിയുടെ മറുവശത്താണ് ഈ ഒരു മലനിരകളുള്ളത്. എത്തിച്ചേരാൻ അല്പം ദുർഘടമായ മേഖലയാണ്. അവിടേക്ക് ഈ വിവരം അറിഞ്ഞതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും നാട്ടുകാരും ഒക്കെ പോയിട്ടുണ്ട്. മൃതദേഹം അവിടെ നിന്ന് താഴേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. കാരണം നേരത്തെ തന്നെ ഇതൊരു വനമേഖലയാണെങ്കിൽ പോലും ജനവാസ മേഖലകളോട് ചേർന്ന് കടുവയുടെയും മറ്റു മൃഗങ്ങളുടെയും സാന്നിധ്യം ഇടയ്ക്കിടെ ഉണ്ടാകുന്നത് നാട്ടുകാർക്ക് വലിയ ആശങ്ക തീർക്കുന്ന സാഹചര്യമായിരുന്നു. ആ ഘട്ടത്തിലാണിപ്പോൾ ഒരു തൊഴിലാളി തന്നെ വന്യമൃഗത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. അനുമോദ, അതാണ് ഈ കടുവാഭീതിയുടെ പരാതി ഈ അവിടുത്തെ ജനങ്ങൾ ഉന്നയിച്ചിട്ട് വനവകുപ്പിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും നടപടി ആരംഭിച്ചിരുന്നോ? അത് നേരത്തെ പറഞ്ഞതുപോലെ ഇത് സൈലന്റ് വാലി മലനിരകളുടെ അല്ലെങ്കിൽ സംരക്ഷിത വനമേഖലയുടെ മറുവശത്തുള്ള പ്രദേശമാണ്. ഈ ഒരു മേഖലയിൽ വന്യമൃഗങ്ങൾ കടന്നു പോകുന്ന വഴികൾ ഒട്ടേറെ ഉണ്ടാകുമെന്നാണ് വനം വകുപ്പ് പറയുന്നത്. അതായത് കൃത്യം നാട്ടിൽ ഒരിടത്ത് വന്യജീവികളെ കാണുന്ന പോലെയല്ല, കാടിനോട് ചേർന്ന് പ്രത്യേകിച്ച് സംരക്ഷിത വനമേഖലയുടെ പല ഭാഗങ്ങളായിട്ട് വന്യജീവികളെ കാണുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരിടത്ത് മാത്രം കൂട് വെച്ച് ഇതിനെ പിടികൂടാൻ കഴിയില്ല എന്നുള്ള വിശദീകരണമൊക്കെ ആയിരുന്നു അന്ന് വനംവകുപ്പിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നത്. പക്ഷേ ഇത് ജനമേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നൊക്കെ അന്ന് വനംവകുപ്പ് ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ ഇതിപ്പോൾ വനത്തോട് ചേർന്ന് ഉള്ള മേഖലകളിൽ ഇത്തരത്തിലുള്ള വന്യജീവി ആക്രമണങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നതാണ് ഇവിടെ ആശങ്ക തീർക്കുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഒരു തൊഴിലാളിയുടെ ഒരു മനുഷ്യജീവൻ തന്നെ ഇവിടെ പൊലിഞ്ഞ സാഹചര്യത്തിൽ വലിയ പ്രതിഷേധങ്ങൾ മേഖലയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. തീർച്ചയായും. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം കാളികാവ് അടക്കാക്കുണ്ടിലാണ് കടുവയുടെ ആക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളി കൊല്ലപ്പെട്ടത്.